തിങ്കളാഴ്ച രാത്രി ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്തുനിന്ന് 80 കിലോമീറ്റർ അകലെ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ ആശങ്ക പടർത്തി മെഗാ ക്വേക്ക് മുന്നറിയിപ്പ്. ഭൂകമ്പത്തെ തുടർന്ന് 40-50 സെന്റിമീറ്റർ ഉയരത്തിൽ സുനാമി തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിച്ചതിന് പിന്നാലെയാണ് വിനാശകരമായ 8 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന മെഗാ ക്വേക്കിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന ഭൂകമ്പത്തിന് പിന്നാലെ നിരവധി പേരെയാണ് അധികൃതർ ഒഴിപ്പിച്ചത്. സുനാമി മുന്നറിയിപ്പുകൾ പിൻവലിച്ചുവെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയായ JMA ആണ് മെഗാക്വേക്ക് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത്. ഉടനൊരു മെഗാക്വേക്കിന് സാധ്യതയില്ലെങ്കിലും ജപ്പാൻ മേഖലയിൽ ഒരു ഭീമൻ മെഗാക്വേക്ക് സംഭവിക്കാനുള്ള സാധ്യത മുൻപുള്ളതിനേക്കാൾ കൂടുതലാണെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെ 5.1 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പവും ജപ്പാനിൽ ഉണ്ടായതായി US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു. ഹോൻജായിൽ നിന്ന് ഏകദേശം 122 കിലോമീറ്റർ തെക്ക് 35 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പമുണ്ടായത്. 8 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ശക്തിയേറിയ ഭൂചലനത്തെയാണ് മെഗാക്വേക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം വിനാശകരമായ ഭൂകമ്പങ്ങൾ വിരളമായി മാത്രമേ സംഭവിക്കാറുള്ളൂ എങ്കിലും വലിയ സുനാമികൾക്ക് ഇത് കാരണമാകാറുണ്ട്. മെഗാക്വേക്കിനെ തുടർന്ന് ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിൽ വലിയ സമ്മർദ്ദം സംഭവിക്കുകയും ഇത് ശക്തിയേറിയ ഭൂകമ്പത്തിന് കാരണമാകുകയും ചെയ്യുന്നു. 1960-ലെ ചിലെ ഭൂകമ്പവും 1964-ലെ അലസ്ക ഭൂകമ്പവും ഇത്തരം മെഗാക്വേക്കുകൾക്ക് ഉദാഹരണമാണ്.